കൂടെ ദൈവത്തിന്റെ വചനവുമായി, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൂതുമായി ഈ പ്രയർ ലൈനിലൂടെ നിങ്ങളോട് ദൈവവചനം പറയുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം ആഴമായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിനെ പറ്റി ആണ് നാം കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആമേൻ. എപ്പോഴാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടിയാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്? ആമേൻ. ദൈവത്തിന്റെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുത്തു എന്ന് നാം പഠിച്ചു. ആ ദത്തെടുപ്പിലൂടെ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? ആ വലിയ ദത്തെടുപ്പ് എന്ന് പറഞ്ഞ ഒരു ദൗത്യത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പരിണിത ഫലമായി നമ്മളിലേക്ക് വന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നാം ആഴത്തിൽ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ധ്യാനിക്കുന്നത് അതിന്റെ 6-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മളെ മുൻ നിയമിക്കുകയും ചെയ്തല്ലോ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മൾ കാണുന്നത് മുൻനിർണയം എന്നുള്ള വാക്കാണ്. മുൻ നിയമിക്കുക, മുൻനിർണയം എന്നുള്ള വാക്ക്. ആ വാക്ക് നമ്മൾ ഈ എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ചില വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി ശാന്തമായ നിമിഷത്തിൽ എന്താണ് മുൻനിർണയം, പ്രീ ഡെസ്റ്റിനേഷൻ, ആമേൻ, അല്ലെങ്കിൽ പ്രീ ഓർഡിനേഷൻ എന്താണെന്ന് ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ കൃപയിൽ മനസ്സിലാക്കാം. ശ്രദ്ധിച്ച ആ വാക്യത്തിനകത്ത് ഒരു ദൈവകൃപ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് വേറെ ഒന്നുമല്ല. ആമേൻ. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മളെ മുൻ നിയമിച്ചു. സോ ഈ മുൻ നിയമനത്തിന്റെ ബേസ്മെന്റ്, അടിസ്ഥാനം സ്നേഹമാണ്. ലവ്, പ്യുവർലി ലവ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ധ്യാനിച്ചു. ദൈവത്തിന്റെ കരങ്ങളിൽ നാം പ്രാപിച്ചതിന്റെ എല്ലാ നന്മയുടെയും അടിസ്ഥാന ഘടകം, ശിലാഘടകം എന്ന് പറയുന്നത് സ്നേഹമാണ്. വേറെ ഒന്നുമല്ല. നമ്മുടെ കഴിവോ, നമ്മുടെ മിടുക്കോ, നമ്മുടെ സാമർഥ്യമോ, നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നും കണ്ടിട്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഒന്നും കണ്ടിട്ടല്ല ദൈവം നമ്മളെ ദത്തെടുത്തത്. ഈ മുൻനിർണയവും അങ്ങനെ തന്നെയാണ്. മുൻനിയമനം നമുക്ക് കിട്ടിയത് തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മളെ മുൻ നിയമിച്ചു. ആമേൻ. ഹല്ലേലൂയ. സോ ഇറ്റ് ഈസ് an act of grace. അത് ദൈവത്തിന്റെ കൃപയാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ മഹാദയാലാണ് നമ്മളെ മുൻ നിയമിച്ചത്. ദൈവം നമ്മളെ മുൻ നിയമിച്ചത്. അപ്പോ ദൈവത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുകഴുവാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. കാരണം ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, ദൈവത്തിന്റെ മഹാകൃപയാൽ നമുക്ക് ലഭിച്ചതാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഇനി ശ്രദ്ധിച്ചാൽ ദൈവമക്കളെ, എഫേസ്യ ലേഖനത്തിലെ ഈ ഒരു വാക്യം നാം ആഴത്തിൽ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ചില ക്വസ്റ്റ്യനുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. കാരണം ദൈവത്തിനെല്ലാം മുന്നമേ അറിയാം. That is so true. God knows everything in his pre-knowledge. എന്തുവാ നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തുവാ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാതിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനെല്ലാം അറിയാം. God knows everything. അതുകൊണ്ട് നമുക്ക് ഇത്ര ധൈര്യം. ഈ ഒരു ടീച്ചിങ്ങിന്റെ, ഈ ഒരു ഡോക്ടറിന്റെ മുൻ നിയമനം അല്ലെങ്കിൽ മുന്നറിവ്, ദൈവത്തിന്റെ മുന്നറിവ് എന്നുള്ളത് ചിലർ അതിനെ വിമർശനത്തോടെ കാണുന്നുണ്ട്. ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, എല്ലാം അറിയാമെങ്കിൽ എന്തിനാണ് ദൈവം ഏദൻ തോട്ടത്തിൽ ഒരു വൃക്ഷം നട്ടത്? ആ വൃക്ഷത്തിന്റെ ഫലത്തെ കഴിക്കരുത് എന്തുകൊണ്ടാ പറഞ്ഞത്? ആ ഫലം അനുഭവിക്കരുത് പറയുന്നതിന് പകരം ആ വൃക്ഷം അവിടെ വെച്ചാ പോരായിരുന്നോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ദൈവത്തിന്റെ ഫോർനോളജ്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശരിക്കും ഹൃദയംഗമായി മനസ്സിലാകുന്ന ഒരു കാര്യം, വിമർശന ബുദ്ധിയിൽ നിന്ന് മാറി നിന്നിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ വീഴുമെന്ന് അറിയാമായിരുന്നു, മനുഷ്യൻ ശാപഗ്രസ്തനാകുമെന്ന് അറിയാമായിരുന്നു, മനുഷ്യൻ പാപത്തിൽ വീഴുമെന്ന് അറിയാമായിരുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ കഴിവാണ്. His quality and his ability, that is his characteristics. ദൈവത്തിന്റെ ഫോർനോളജിൽ ദൈവത്തിനെല്ലാം അറിയാമായിരുന്നു.
നാളെ എന്തു നടക്കും നമുക്കറിയത്തില്ല. ചിലര് പറയുന്നുണ്ട് കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, വൈറസുകൾക്ക് മരുന്ന് കണ്ടുപിടിച്ചു. നമുക്കറിയത്തില്ല അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന്. പക്ഷെ ദൈവത്തിനറിയാം. ഒരു ഹിരോഷിമയിൽ നാഗസാക്കിയിൽ അണുബോംബ് വീണിട്ട് ഇപ്പോഴും അവിടുത്തെ തലമുറകൾ അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നുണ്ട് ഈ വൈറസിന്റെ പരിണിത ഫലമായി അടുത്ത തലമുറകൾക്ക് പോലും, ഇനി ജനിക്കാതിരിക്കുന്ന തലമുറകൾക്ക് പോലും ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ പോലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. XOY നമുക്കതിനെ പറ്റി ഒന്നും അറിയത്തില്ല. ശാസ്ത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടുപിടുത്തങ്ങൾ നടത്തട്ടെ, അവർ കണ്ടുപിടിക്കട്ടെ, അതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്കായി തീരട്ടെ. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഈ ഒരു സമയത്തിന് നടുവിൽ നമുക്കൊരു കാര്യം സുനിശ്ചിതമായിട്ട് അറിയാം, നമ്മുടെ ഭാവി എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ബിക്കോസ് ഹി നോസ് എവരിതിങ്. അതാണ് ദൈവവചനം പറയുന്നത്. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ഹല്ലേലൂയ. ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായി ദൈവത്തിന്റെ ചിന്തയുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ അതിനെ ഏറ്റെടുക്കണം. എന്റെ ഭാവി എന്റെ ദൈവത്തിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് പറയാൻ കാരണം എന്നെ ദൈവം മുന്നറിഞ്ഞതാണ്, മുൻനിർണയപ്രകാരം എന്നെ വിളിച്ചതാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി എന്റെ കൂടെ കണക്റ്റഡ് ആകാൻ പറ്റും? Some people will ask, if God has determined everything that is to occur, does it really make any difference what human do? അതായത് ദൈവം എല്ലാം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് അതെല്ലാത്തിനെ മാറ്റാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾക്ക് അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവമക്കളെ, ആരൊക്കെ രക്ഷിക്കപ്പെടണമെന്ന് ദൈവം മുന്നമേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിക്കത്തില്ലല്ലോ. അതൊരു ഫിക്സഡ് സംഖ്യ ആയിരിക്കുമല്ലോ. ദൈവം ആഗ്രഹിച്ചവര്, ദൈവം മുന്നേറിച്ചവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളല്ലോ. Then what is the point of preaching? അങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കുന്ന എന്തുവാ കാര്യം? If God has determined everything, ദൈവം എല്ലാം മുന്നമേ നിയമിച്ചിട്ടുണ്ടെങ്കിൽ then human has no freedom. മനുഷ്യർക്ക് ഒരു അതിനകത്ത് ഒരു റോളും ഇല്ല. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഈ ദൈവത്തിന് മുന്നമേ അറിയാം എന്നുള്ളത് സത്യമാണ്. God knows everything. അത് ദൈവത്തിന്റെ എബിലിറ്റിയാണ്. അങ്ങനെ ദൈവത്തിന് മുന്നറിവ് ഉണ്ടായിരിക്കുമ്പോ തന്നെ വേദപുസ്തകത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു സത്യം നാം മനസ്സിലാക്കണം. മറ്റ് മൃഗങ്ങളെ പോലെ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദാമിനെ ഹവ്വയെ ഏദൻ തോട്ടത്തിൽ ദൈവം നിർമ്മിച്ചാക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ഒരു പ്രത്യേകമായ ഗുണവിശേഷമാണ് ഫ്രീ വിൽ. അവർക്ക് ആലോചിച്ച് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനം എടുക്കുവാനുള്ള ഒരു ശേഷി ദൈവം അവർക്ക് കൊടുത്തു. അതിന് പറയുന്ന പേരാണ് ഫ്രീ വിൽ. ഇച്ഛാശക്തി എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഇച്ഛാശക്തി, മൃഗങ്ങൾക്കില്ലാത്ത ഒരു ഇച്ഛാശക്തി ദൈവം മനുഷ്യന് കൊടുത്തു. നന്മ വെച്ചിട്ടുണ്ട്, തിന്മ ദൈവം വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. തീയെ നമുക്ക് നന്മയ്ക്കായി യൂസ് ചെയ്യാം, തിന്മയ്ക്കായിട്ട് യൂസ് ചെയ്യാം. ഒരേ സംഭവം തന്നെയാണ്. തീയെ ചുട്ടുകരിച്ച് കൊല്ലാൻ ഉപയോഗിക്കാം. അറ്റ് ദ സെയിം ടൈം അതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ കിച്ചണിൽ നമ്മൾ തീ ഉപയോഗിക്കുന്നുണ്ട്. ആമേൻ. ഡീസൽ കത്തുമ്പോഴാണ് നമ്മുടെ വാഹനങ്ങൾ ചലിക്കുന്നത്. അതിൽ നമ്മൾ പവർ ഉണ്ടാക്കുന്നുണ്ട്. So we can use it for good thing and we can use it for bad thing. നന്മയ്ക്കായി ദൈവം തന്നതിനെ പലതിനെയും തിന്മയ്ക്കായി നമ്മൾ ഉപയോഗിച്ചിട്ട് അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിന് എന്തേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. പ്രത്യേകിച്ച് ദൈവമില്ലെന്ന് പറയുന്നവർ ദൈവത്തെ കളിയാക്കാനായിട്ട് ദൈവത്തിന് എന്തുകൊണ്ടാ ചെയ്തുകൂടാന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇല്ലാത്തൊരു ദൈവത്തെ പറ്റി എന്തിനായി ഇവർ കിടന്നുകൊണ്ട് ബോധവാന്മാരാകുന്നത് നോക്കുമ്പോൾ എന്റെ അകത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കർത്താവേ, ദൈവമില്ലെന്ന് മൂടന്റെ ഹൃദയത്തിൽ പറയുമ്പോൾ തന്നെ അവൻ ദൈവത്തെ വെല്ലുവിളിക്കുക. അപ്പൊ ഒരു ദൈവത്തിന്റെ ഒരു ശക്തിയെ അവൻ തിരിച്ചറിയുന്നുണ്ട്. അവന്റെ അകത്തളത്തിൽ അവൻ അറിയാം ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. സോ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യനെ മുൻനിർണയത്തിൽ അവൻ സൃഷ്ടിച്ചെങ്കിലും മുൻനിർണയം ദൈവത്തിന് അവന്റെ മേൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫ്രീ വില്ലുണ്ട്.
ഒരു ഫ്രീ വില്ലുണ്ട്. അതായത് ദൈവത്തിന് എന്റെ മേൽ ഒരു മുൻനിർണയമുണ്ട്. ഞാൻ ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്നിടത്തായിരിക്കും ദൈവത്തിന് അറിയാം. പക്ഷെ ആ മുൻനിർണയത്തെ തിരുത്താൻ, ആ മുൻനിർണയത്തെ ഗണ്യമാക്കാതെ ഓടാൻ, അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റയാള് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. I can change it because God has given me the free will. ഇന്ന ദിവസം ഇത്രാം തീയതി രക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ മുൻനിർണയമാണ്. പക്ഷേ അതിന് വ്യതിചലിച്ച് എനിക്ക് ഓടാൻ പറ്റും. ദൈവിക വാഗ്ദത്തങ്ങളെ എനിക്ക് ലേറ്റ് ആക്കാൻ പറ്റും. ഹല്ലേലൂയ. അതിനെ ഗണ്യമാക്കാതെ, അതിനെ വിശ്വസിക്കാതെ, ഞാൻ ആ പാക്കേജിനകത്ത് കയറാതെ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഓടിയാൽ, ഹല്ലേലൂയ. പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഹിസ്കിയാവിന് മരണകരമായ ഒരു രോഗം വന്നു. മരണകരമായ രോഗം. ദൈവം അന്നത്തെ ഏറ്റവും പവർഫുള്ളായ, ഫേമസ് ആയ, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ശക്തനായ പ്രവാചകനായ യെശയ്യാവിനെ അയച്ചിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലായിക്കൊള്ളണം. ആമേൻ. കാരണം നിനക്ക് അധികം സമയമില്ല. പക്ഷേ അത് ദൈവത്തിന്റെ നിർണയമായിരുന്നു. ദാറ്റ് വാസ് ഗാഡ്സ് വിൽ. അതുകൊണ്ടാണല്ലോ പ്രവാചകനെ അയച്ച് സംസാരിച്ചത്. പക്ഷേ ആ മനുഷ്യൻ അന്ന് കരയാൻ തയ്യാറായപ്പോൾ പ്രവാചകൻ നടുവിറ്റം വിട്ടു പോന്നതിന് മുമ്പേ ദൈവം തന്റെ നിർണയത്തെ മാറ്റിയിട്ട് അവന്റെ ആയുസ്സിനോടുകൂടെ 15 സംവത്സരം മാറ്റിക്കൊടുത്തു. ദൈവത്തിന്റെ ചില തീരുമാനങ്ങളെ മാറ്റാൻ പറ്റുമോ പാസ്റ്ററെ? ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം. യെസ്, യു ക്യാൻ ചേഞ്ച്. ഇൻ യുവർ പ്രയർ റൂം, യുവർ tears can change the decision of God. If you cry aloud, when you pray in your prayer room, ഹല്ലേലൂയ. കർത്താവിന് പറ്റാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ മറികടന്നു പോകാൻ ദൈവത്തിന് പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഇന്ന് രാത്രി നിലവിളിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. ആമേൻ. നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുക. ഹല്ലേലൂയ. മനുഷ്യൻ വെച്ച ചില വിധിയെഴുത്തുകളെ പ്രാർത്ഥനയിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ കരങ്ങളെ പ്രാർത്ഥനയിൽ നമുക്ക് ചലിപ്പിക്കാൻ പറ്റും. യെസ് ലോർഡ്. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ച ദൈവമക്കളെ, നമുക്ക് ദൈവം ഫ്രീ വില്ല് തന്നില്ലായിരുന്നെങ്കിൽ നമ്മള് ഒരു റോബോട്ടുകളായിട്ട്, അല്ലെങ്കിൽ മെഷീൻസ് വർക്ക് ചെയ്യുന്ന പോലെ, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ കമാൻഡ് കൊടുക്കും, അത് ചെയ്യും. അങ്ങനെ ഒരു വെറും പാവകളായിട്ട് മനുഷ്യൻ മാറിയത്. ഈ ഫ്രീ വില്ല് പാപം ചെയ്യാൻ വേണ്ടി അല്ല ദൈവം തന്നത്. നമുക്ക് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ, ചിന്തിക്കാൻ, വളരാൻ, ബുദ്ധിയിൽ വളരാൻ ഒക്കെ ദൈവം അതൊരു ഗ്രേസ് തന്നതാണ്. ദൈവത്തെ പറ്റി കൂടുതൽ അറിയാൻ, ദൈവത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിലും ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ, അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാൻ ഒക്കെയാണ് ദൈവം ഈ ഫ്രീ വില്ല് കൊടുത്തത്. എന്റെ പരിമിതമായ അറിവിലാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ നല്ലതും തീയതും വിവേചിച്ചറിഞ്ഞ് നല്ലതിനെ മുറുകെ പറ്റാനാ ദൈവം മനുഷ്യന് തന്നത്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മനുഷ്യൻ ഇന്ന് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. ഈ പ്രീ ഡെസ്റ്റിനേഷൻ, മുൻനിർണയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻ അറിവിൻ പ്രകാരം ഉണ്ടായ ഒരു കാര്യമായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം അത് ഇപ്രകാരമാണ് പറയുന്നത്. അതൊന്ന് വായിച്ചാട്ടെ മക്കളെ. റോമാലേഖനം 8-ാം അധ്യായം അതിന് 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. എന്തുവാ മുൻ നിയമനം എന്നറിയാമോ? ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആ മുൻനിർണയത്തിന്റെ ആഴമൊന്ന് മനസ്സിലായോ?
ദൈവം മുന്നമേ മുൻ നിയമിച്ചിരിക്കുക. എന്തുവാ? നമ്മളെല്ലാവരും അവന്റെ പുത്രനെ പോലെ ആകണം, കർത്താവിനെ പോലെ ആകണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ആദ്യജാതനാക്കി കർത്താവിനെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. തന്റെ പുത്രന്മാരിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മുടെ മുൻ നിയമനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മേൽ കിടക്കുന്ന മുൻ നിയമനം കർത്താവിനോട് അനുരൂപരാകാനാണ്. ടു ബി ലൈക്ക് ജീസസ്. ഇത് രാത്രി ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പറയണം, കർത്താവിനെ എന്നെ മുൻ നിയമിച്ചിരിക്കുന്നത് ഞാൻ ആമേൻ സ്തോത്രം അവനോട് അനുരൂപനായി തീരാൻ വേണ്ടിയാണ്. അവനോട് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. അടുത്ത കേട്ടോണം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇതൊരു പ്രോസസ്സാണ്. ഇതിന്റെ ഏറ്റവും അവൻ പരമപ്രധാനവും ആരംഭത്തിൽ നടന്നത് മുൻ നിയമനമാണ്. Predestined. I am predestined. I am preordained. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് യെരമ്യാവിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോ വലിയൊരു പ്രഷ്യസ് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. യെരമ്യാവിനോട് പറയാ, യെരമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായിട്ട് ഞാൻ നിന്നെ നിയമിച്ചിരിക്കുക. യു ആർ ഓൾറെഡി ഓർഡൈൻഡ്. ഹല്ലേലൂയ. ജാതികൾക്ക് പ്രവാചകനായി. ശ്രദ്ധിച്ചേ, ഒരമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടു, നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ മുന്നേ വെച്ചു. നിന്നെ ഞാൻ എന്റെ പ്രീ ഡെസ്റ്റിനേഷനിൽ, എന്റെ പ്രീ നോളജിൽ നിന്നെ ഞാൻ അറിഞ്ഞതാ മക്കളെ. നിന്നെ അന്നേ ഞാൻ ജാതികളുടെ ഹല്ലേലൂയ പ്രവാചകനായിട്ട് മുൻനിയമിച്ചിരിക്കുക. ഈ പ്രയർ ലൈനിൽ പ്രാർത്ഥിക്കാൻ വന്ന എന്റെ ക്ലാസിന്റെ ശബ്ദം ശ്രമിക്കുന്ന ചിലർ പറയും, എന്നെ ഒന്ന് വിളിക്കട്ടെ പാസ്റ്ററെ, എന്നെ ഒന്ന് വിളിക്കട്ടെ, എനിക്കൊരു വിളിയുണ്ടോ എന്ന് ഞാൻ തിരിച്ചറിയട്ടെ. ദൈവം എന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് സംസാരിക്കട്ടെ. ഇനി കൂടുതൽ ഒരു വിളിയില്ല കേട്ടോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ജാതികളുടെ പ്രവാചകനായി ദൈവം നിന്നെ മുൻനിയമിച്ചിരിക്കുകയാണ്. ഓൾറെഡി യു ആർ ഓർഡൈൻഡ്. അയ്യോ, എനിക്ക് ചിലരെ ഓർത്ത് സങ്കടം തോന്നുന്നു. അവൻ നാളുകൾ നിങ്ങൾ ഇനി പാഴാക്കരുത് കേട്ടോ. യെരമ്യാവ് പറഞ്ഞ കൊച്ചല, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. എന്നാൽ കർത്താവ് പറയാ, അങ്ങനെ അല്ലടാ മക്കളെ, നിന്റെ അമ്മയുടെ ഉദരത്തിന് മുമ്പേ ഞാൻ നിന്നെ ഓർഡൈൻ ചെയ്തിരിക്കുക. എന്തുവാ ഈ ഓർഡിനേഷൻ? ഓർഡിനേഷൻ മുൻനിയമനം ഒരു പാക്കേജ് ആണ്. അത് അഭിഷേകത്തിന്റെ, അത് ആ ഒരു ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുവാനുള്ള അഭിഷേകമാണ്. അതിനുള്ള കൃപയാണ്, അതിനുള്ള ശക്തിയാണ്, അതിനകത്തുള്ള വണ്ടിക്കൂലി പോലും അതിനകത്തുണ്ട്. ഞാനെങ്ങനെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവം നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി മുൻനിയമിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ ഓർഡൈൻ ചെയ്തിട്ടുണ്ട്, പ്രീ ഓർഡൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അവൻ പ്രത്യേകിച്ച് എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലായി UP-യിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകും. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പ്രത്യേക ഫുഡൊന്നും, ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നവർക്ക് പ്രത്യേക ഫുഡൊന്നുമില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ്. വളരെ ഒത്തിരി മസാലയുള്ള, കിഴങ്ങുകളൊക്കെ ഉള്ള ഫുഡാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിനേക്കാൾ വ്യത്യസ്തമായ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അസിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊതുക് കടിക്കുന്ന സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി UP-യിലെ മിനിസ്ട്രി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷ കഴിഞ്ഞ ഭവനത്തില് ഞാൻ മുംബൈ പട്ടണത്തിൽ എത്തുന്നത് വരെ I'm in his hand. I enjoy his providences. കർത്താവിനോട് ഞാൻ കർത്താവേ, ഞാൻ പലപ്പോഴും ശങ്കിക്കാറുണ്ട്, ഈ ആഹാരം ഞാൻ കഴിച്ചാൽ എനിക്ക് വയറിന് അസുഖം വരുമോ? പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ആ ശുശ്രൂഷ നിർവഹിച്ചു മടങ്ങി വരുന്നതും വരെയുള്ള ഫുഡ് ദഹിക്കാനുള്ള ദൈവകൃപ പോലും ആ ഒരു കോളിങ്ങിനകത്തുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ
ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ ആരെന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കും, ആരെനിക്ക് വേണ്ടി കരുതും? ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് പറയാ, ആ പ്രേ ഡെസ്റ്റിനേഷനകത്ത്, ആ മുൻ നിയമത്തിനകത്ത് ഇറ്റ് ഈസ് ഓൾറെഡി ദേർ. വിശ്വസിക്കാൻ പറ്റുമോ? പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഉറങ്ങരുത്. ചാടി ഇറങ്ങിക്കോ യേശുവിൻ നാമത്തിൽ. ആഴിയെ നോർക്കാതെ, ആഴമാരായാതെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ട ഒരു സ്വർഗമുണ്ട്. യെരമ്യാവേ, നിന്നെ ജാതികൾക്ക് പ്രവാചകനായി I command in the name of Jesus that you are predestined, you are preordained as a powerful evangelist and a prophet to the nations. ആത്മാവിൽ പ്രവചിച്ചു പറയാ, ഈ പ്രയർ ലൈനിൽ വന്ന ചിലരോട് ദൂത് പറയാ, തൊട്ട് ഇന്ന് പരിശുദ്ധാത്മാവിന് ഇതിൽ കൂടുതൽ വിളി നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ ഞാൻ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുക. വേൾഡ് ഫേമസ് ഇവാഞ്ചലിസ്റ്റുകൾ ഈ പ്രയർ ലൈനിൽ നിന്ന് പുറത്തു വരുമെന്ന് ആത്മാവിനെ പ്രവചിച്ചു വരിക. യേശുവിന്റെ നാമത്തിൽ ലോകത്തെ കീഴടക്കുന്ന, ലോകത്തെ ചലിപ്പിക്കുന്ന, യെസ്, അത് കേട്ടിട്ട് ഞാനാണ് കർത്താവിന്റെ കാൽ കെട്ടിപ്പിടിച്ചേനെ, ആ ഇംപാർട്ടേഷൻ ഒക്കെ സ്വീകരിച്ചേനെ. പക്ഷെ യെരമ്യാവ് പറഞ്ഞു, അയ്യോ ഞാൻ ബാലനാണല്ലോ, അയ്യോ എന്ന് തന്നെ വിളിച്ചു. അയ്യോ യഹോവേ, ഞാൻ ബാലനാണല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന എവിടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കാൻ വേണം. നീ അവരെ ഭയപ്പെടരുത്. അവൻ നിന്നെ വിടുവിക്കേണ്ടത് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ കേട്ടോണം. നീ നിന്നെ പ്രീഡെസ്റ്റിൻ ചെയ്തപ്പോ, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ നീ വരുന്നതിന് മുമ്പേ പ്രീ ഓർഡൈൻ ചെയ്തപ്പോ നിനക്ക് ശുശ്രൂഷിപ്പാനുള്ള അഭിഷേകം തന്നു. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് നീ ഒരു വിക്കനായിരിക്കും, നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ കൽപ്പിക്കുന്ന നീ എന്ന് പറഞ്ഞാൽ മതി. നീ ഒരു പ്രവാചകനല്ലായിരിക്കും, പക്ഷെ ഞാൻ കൽപ്പിക്കുന്ന നീ പ്രവചിച്ചാൽ മതി. നീ ഒരു പ്രസംഗകനല്ലായിരിക്കും, പക്ഷെ നീ ക്രൂസൈഡിൽ കയറി നിൽക്കുമ്പോ 10,000-കണക്കിന് ആൾക്കാരെ കണ്ട് നീ ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് ഐ വിൽ ഫിൽ ഇറ്റ്. നിന്റെ ആ ഓ റശവന അർത്ഥമന ഘടകസിയാന ഗുഡാനാവാസിഹിരിയാന്തരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Jesus. Hallelujah. ആമേൻ. നിന്നെ വിടുവിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ആത്മാവിൽ കാണുന്ന ഇങ്ങനെയാണ്, നിന്നെ ശുശ്രൂഷിപ്പിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വചനത്തെ നിന്റെ വായിൽ തന്നിരിക്കുക. ഓ എന്റെ മെസ്സേജിന്റെ റൂട്ട് പരിശുദ്ധാത്മാവ് മാറ്റുന്നത് എനിക്ക് ആത്മാവി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു പ്രീ ഓർഡിനേഷൻ ഉണ്ടെങ്കിൽ നിന്റെ വായിൽ ഓൾറെഡി ദൈവം വചനം തന്നിട്ടുണ്ട്. നീ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച് MTH BTH ഒക്കെ എടുത്തു, നല്ലതാണ്. ഐ എം ബൈബിൾ ടീച്ചർ. I have degrees. I like the people going to the Bible college. I appreciate you go, no problem. പക്ഷെ അതൊന്നും അല്ല അടിസ്ഥാനം. ദൈവത്തിന്റെ വചനം നമ്മുടെ നാവിൽ ഓൾറെഡി തന്നിരിക്കുകയാണ്. It's already in your tongue. നീ നാവിനെ ചലിപ്പിച്ചു തുടങ്ങിയാൽ മതി. പരിശുദ്ധാത്മാവ് നിന്റെ നാവിനെ ഉപയോഗിക്കും ശക്തമായ ആയുധമായി. എത്ര പേർ സമർപ്പിക്കും, കർത്താവേ, ഓ എന്റെ നാവിനെ പരിശുദ്ധാത്മാവിന്റെ ആയുധമായി അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഓ അല്പം കൂടെ ഡീപ്പായിട്ട് ഞാൻ പറയാം, ഉപയോഗിക്കണേ കർത്താവ് എന്നുള്ള പ്രാർത്ഥനയൊന്ന് നിർത്തിയിട്ട്, ഓ റബ ശബ്ദര, കർത്താവ് പറയാം, ഞാൻ നിന്നെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുക. ആമേൻ. Get ready. Hallelujah. ആമേൻ. അവൻ മുന്നറിഞ്ഞവരെ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാണ്ട് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചു. ശ്രദ്ധിച്ചേ, നമ്മളെ എല്ലാം മുന്നിൽ കണ്ടോണ്ട് കർത്താവ് എന്തോ ദൈവമായ യഹോവയായ ദൈവം, പിതാവായ ദൈവം എന്താ ചെയ്യുന്നറിയാമോ? തന്റെ പുത്രനെ ഏകജാതനാക്കി മാറ്റി. തന്റെ അനേക സഹോദരന്മാരിൽ നമ്മളെല്ലാം കർത്താവിന്റെ അനുജന്മാരായിട്ടാണ് ദൈവത്തിന്റെ ലിസ്റ്റിൽ പേരെഴുതിയിരിക്കുന്നത്. We became one in the family of God. God's kingdom. ദൈവത്തിന്റെ ഫാമിലിയിൽ നമ്മളെല്ലാം നമ്മൾ ആരും ആദമിന്റെ ലീനിയേജ് വരുന്നവരല്ല. ആദമല്ല നമ്മളെ വീണ്ടെടുത്തത്. ആദമിന്റെ ലീനിയേജിലല്ല. നമ്മുടെ വംശാവലിയുടെ ടോപ്പിൽ ഇരിക്കുന്നത് ആദാമല്ല. നമ്മുടെ വംശാവലിയിൽ കർത്താവിന്റെ വംശാവലിയാണ്. നിങ്ങൾ പറയണം, my lineage belongs to Jesus Christ. Hallelujah. Thank you, Jesus. അതുകൊണ്ടാണ് ഫസ്റ്റ് പീറ്റർ 1:1 and 2 പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിച്ചതാ കേട്ടോ. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം
ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തില് പത്രോസ് പറയാ, ഹല്ലേലൂയ, ആമേൻ, ചെതറിപ്പാർക്കുന്ന പരദേശികൾക്കും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആമേൻ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും എഴുതുന്ന ഈ ദൈവമക്കൾ പത്രോസ് പറയാം, നിങ്ങൾ ചെതറിപ്പാർക്കുന്നവരാണെങ്കിലും നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണമുള്ളവരാണ്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഈ പാൻഡമിക് ടൈമിലൂടെ പോകുമ്പോ ഭാവിയെ പറ്റി ആശങ്കയുണ്ട് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ദൂത് പറയുക. ആമേൻ. നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ, ഭാവി എല്ലാം തൻ കയ്യിൽ ഓർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. യെസ് ദൈവമക്കളെ, നമ്മുടെ ഭാവിയെ പറ്റി കർത്താവിന് നല്ല മുൻനിർണയമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മുൻനിർണയ പ്രകാരം, ആമേൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവത്തിന്റെ നിർണയമാ വിളിക്കാത്തോണ്ട്. അങ്ങനെ വിളിക്കപ്പെട്ട ഒരാളാണ് നമ്മളെങ്കിൽ, ആ മുൻനിർണയ പ്രകാരം വിളിക്കപ്പെട്ട ഒരാളാണ് നമ്മളെങ്കിൽ ഈ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്ന് രാത്രി പറ, ദൈവത്തിന്റെ ഒരു മുൻനിർണയം എന്റെ മേലുണ്ട്. ആ നിർണയത്തിലോട്ടാണ് ഞാൻ നടക്കുന്നത്. God's will, God's predestination, God's pre-knowledge, God's preordination is upon me. Amen. Hallelujah. God knows everything. കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ നമുക്ക് ഇന്നലെ അറിയത്തുള്ളൂ. നാളത്തെ ന്യൂസ് പേപ്പർ ഇന്നത്തെ ന്യൂസാ. ഇന്നെന്തോ സംഭവിച്ചിട്ട് നാളത്തെ ന്യൂസ് പേപ്പർ. God knows what is going to happen to this earth, what is going to happen to Faith City, what is going to happen to each and everyone who came in this prayer line. അറിയാം, ദൈവത്തിന് അറിയാം. ആ അറിവാണ് നമ്മുടെ വിശ്വാസം, ആ അറിവാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ കർത്താവ് തിന്മയ്ക്കായി ഒന്നും ചെയ്യത്തില്ല. ആ അറിവിനെ പറ്റിയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്. ആക്സിൽ പറയുന്നുണ്ട്, ആക്സ് ചാപ്റ്റർ 17 അവൻ 26 ഒന്ന് വായിച്ചേ. ആക്സ് ചാപ്റ്റർ 17:26. പുതിയ നിയമത്തില് അവൻ 139 പേജിലുണ്ട്. പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. 139 പേജെടുത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആക്സ് 17 ആമേൻ, സ്തോത്രം. അതിന്റെ 26 പറയുന്നത്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉണ്ടാക്കി. അവരുടെ നിവാസത്തിന് ദൈവം അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. മനുഷ്യന്റെ നിവാസങ്ങൾക്ക് ദൈവം അതിരും കാലം വെച്ചിട്ടുണ്ട്. ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥന, മോളി ആന്റി പ്രാർത്ഥന പറഞ്ഞു, പാസ്റ്ററിനെ എവിടെ താമസിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ മുൻനിർണയമാണ്. ഇത്ര നാൾ ഇന്നടത്ത് താമസിക്കണം, ഇത്ര നാൾ ഇന്നടത്ത് താമസിക്കണം. ദാറ്റ് ഈസ് ഗോഡ്സ് ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റാ, ദൈവത്തിന്റെ മുൻനിർണയമാണ്. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, കാലവും നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞേക്കുന്നത് അതിരും നിശ്ചയിച്ചിട്ടുണ്ട്, കാലവും അതിരും ദൈവം ഇട്ടിട്ടുണ്ട്. Thank you Jesus. Hallelujah. Thank you Holy Spirit. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ കഷ്ടതയ്ക്ക് ഒരു അതിര് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് വരുന്ന കഷ്ടതയും പോലും ദൈവത്തിന് അറിയാമേ. അതിന്റെ ഡെൻസിറ്റി കർത്താവിന് അറിയാം, അതിന്റെ ഫ്രീക്വൻസി കർത്താവിന് അറിയാം. ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ പഞ്ചസാര മണൽ കൊണ്ട് ആഴിക്ക് അതിരിട്ടിരിക്കുന്നു, ആഴിക്ക് അതിരിട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടൺ കണക്കിന് പാറക്കഷ്ണങ്ങൾ വലിയ 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 ലോറിക്കകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് കടൽ ഭിത്തി ഉണ്ടാക്കും. 2 വർഷത്തിൽ നിങ്ങളെ നോക്കിയാൽ ഒരു പാറക്കഷ്ണം പോലും, ഒരു വിറ്റില് പോലും കാണാതെ മൊത്തം കടല അടിച്ചൊഴുക്കിക്കൊണ്ട് പോയത് കാണാം. പക്ഷെ പഞ്ചസാര മണൽ കൊണ്ട് ദൈവം ആഴിക്ക് അതിരിട്ടിട്ട് പറഞ്ഞു, എത്ര തന്നെ അലച്ചാലും സാധിക്കത്തില്ല, അതിന് കടക്കത്തില്ല. ആത്മാവിന്റെ ഒരു ദൂത് പറയട്ടെ, ദൈവത്തിന്റെ മുൻനിർണയം നിന്റെ മേലുണ്ടെങ്കിൽ അവൻ അവൻ ആ അതിരി കടന്ന് ഒറ്റത്തുള്ളി വെള്ളം കടലിൽ നിന്ന് അവൻ ഇപ്പുറത്തോട്ട് വീഴാൻ ദൈവം അനുവദിക്കത്തില്ലെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനയില്ലാതെ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന്, ഒറ്റത്തുള്ളിക്ക്, ഈവൻ 1 drop of അവൻ വാട്ടർ cannot come, ഇപ്പുറത്തോട്ടൊന്ന് തെറിച്ചു വീഴാൻ പറ്റത്തില്ലെങ്കിൽ ആത്മാവിൽ പറ, എന്റെ കഷ്ടതയ്ക്ക് ദൈവം അതിരിട്ടിട്ടുണ്ട്. എന്റെ ദൈവം അറിയാതെ ഈ പ്രീഡെസ്റ്റിനേഷൻ പഠിപ്പിക്കുമ്പോൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങളുടെ അകത്തൊരു ആത്മാവിന്റെ ചലനം ഉണ്ടാക്കണം. ദൈവം എന്നെ അറിഞ്ഞാ വിളിച്ചത്. God knows me. ദൈവത്തിന് എന്റെ ഭാവി നന്നായിട്ട് അറിയാം. അതാണ് എന്റെ കോൺഫിഡൻസ്. താങ്ക് യു ജീസസ്. ആമേൻ. എന്തിനാ മുൻനിർണയിച്ചതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ മുൻനിർണയിച്ചത്? സ്തോത്രം. ആമേൻ. തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി,
ശ്രദ്ധിച്ച് ഇന്നു രാത്രി നമ്മളെ എന്തിനാ കർത്താവ് മുൻനിയമിച്ച്? തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. കൃപാ മഹത്വം. Thank you Jesus. Thank you Lord. Having foreordained us unto adoption as sons through Jesus Christ to himself, according to the good pleasure of his will. Amen. Will. Hallelujah. Amen. To the praise of the glory of his grace. Hallelujah. Which he freely bestowed on us in the beloved. Thank you Jesus. Amen. ശ്രദ്ധിച്ചോ, നിങ്ങൾ അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ. സൗജന്യമായി നൽകിയ. Freely bestowed on us. Freely. ഒരു ദൈവദാസനായ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ള സാക്ഷി, ഞങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ, ഒരു മുട്ടുസൂചിയെങ്കിലും ഉണ്ടോ, അതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. Which is freely bestowed on us. നിങ്ങൾ ഇന്ന് രാത്രി പറയണം, bestowed, that means freely given. It is given to me. എനിക്ക് ദൈവം തന്നതാണ്. Hallelujah. Thank you Jesus. ശ്രദ്ധിച്ചേ, അതിനകത്തിന്റെ അടിസ്ഥാനം സൗജന്യമായിട്ട് നൽകിയതാണ്. ഞാൻ 7ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചേ, സ്തോത്രം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവിടെയും ആമേൻ ഒന്നുകൂടെ നമ്മൾ ആമേൻ 7ാമത്തെ വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് മനസ്സിലാക്കണം. ഈ 2 വാക്യങ്ങളിൽ തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, മുൻനിയമനം, ഈ ഇത്രയും വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പോകുന്നത് വീണ്ടെടുപ്പിലേക്കാണ്, റിഡംഷനിലേക്കാണ്. അപ്പൊ ഈ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? തെരഞ്ഞെടുത്തത് 5ാമത്തെ വാക്യത്തിലെ തെരഞ്ഞെടുപ്പ് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ്. ദത്തെടുത്തത് എന്തിനാണ്? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. തന്റെ പ്രസാദപ്രകാരം, തിരുവിധത്തിന്റെ പ്രസാദപ്രകാരമാണ് നമ്മളെ ദത്തെടുത്തത്. നമ്മളെ മുൻനിയമിച്ചത് എന്തിനു വേണ്ടിയാണ്? ആമേൻ. തന്റെ പുകഴ്ചയ്ക്കായി, തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് നമ്മളെ മുൻനിയമിച്ചത്, വീണ്ടെടുത്തിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അവന്റെ രക്തത്താൽ, that is the medium, we are purchased, we are redeemed by the blood of Jesus. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, റിഡംഷൻ എന്ന വാക്ക്, വീണ്ടെടുപ്പ് എന്ന വാക്ക് ബൈബിളിന്റെ ആകത്തുകയാണ്. It is a theme of the Bible. Theme of the Bible. From Genesis to Revelation. Redemption എന്ന പദം, ഈ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാസേജ്, റോൾ ഓഫ് ട്രിനിറ്റി ഇൻ സാൽവേഷൻ നമ്മൾ പഠിക്കുന്നു. ട്രിനിറ്റിക്ക്, തൃത്വത്തിന് നമ്മുടെ രക്ഷയിലുള്ള സ്ഥാനം, അല്ലെങ്കിൽ അവരുടെ വർക്ക്, അവരെന്തൊക്കെ ചെയ്തത്, നമ്മൾ പിതാവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി, നമ്മളെ ചൂസ് ചെയ്തു, നമ്മളെ എലക്ട് ചെയ്തു, നമ്മളെ തെരഞ്ഞെടുത്തു. 2ാമത് ആമേൻ. സ്തോത്രം. ആ എലക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കി. സോറി, നമ്മളത് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ വരുന്നത് the work of son, redemption. ഇത് പുത്രൻ ചെയ്ത പ്രവൃത്തിയാണ്. നമുക്കറിയാം, മനുഷ്യൻ മുഴുവൻ പാപത്തിലാണ്ടുപോയി. ഒരുത്തനുമില്ല, ദൈവത്തിന്റെ വചനം പറയാം, ഒരുത്തനുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. മനുഷ്യൻ പാപത്തിൽ വീണുപോയി. അവൻ പാപത്തിന്റെ അടിമയായിട്ട് മാറി. തേജസിന്റെ വസ്ത്രം അവന് നഷ്ടമായി. അപ്പൊ ദൈവത്തിന്റെ ഫ്രെയിം വർക്കിനകത്ത്, ദൈവത്തിന്റെ മുൻനിർണയത്തിനകത്തുണ്ടായിരുന്ന ഒന്നാണ് മനുഷ്യനെ രക്ഷിക്കണം. സാൽവേഷൻ ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ റിഡംഷൻ, ഈ രക്ഷണ്യ പ്രവർത്തിക്കകത്ത് അതിന്റെ ഏറ്റവും വലിയ മാധുര്യം ഇതാണ്. Here the creator becomes the redeemer of his creatures. സൃഷ്ടിതാവ് തന്നെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പുകാരനായിട്ട് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പഠിപ്പിക്കുമ്പോൾ, ഈ റിഡംഷൻ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്,
The greatest miracle I see in the Bible is not water turning into wine. It's not the resurrection of Lazarus. It's not Jesus walked on the water. It's not departing the Red Sea. It's not the dead resurrected. The greatest miracle I see in the Bible is incarnation. Incarnation. ഈ ഇൻകാർണേഷനും ദൈവത്തിന്റെ പരമ പദ്ധതിക്കകത്ത് മുൻനിർണയത്തിലുണ്ടായിരുന്നതാ. ഇൻകാർണേഷൻ എന്തുവാ? ഇൻകാർണേഷൻ ദൈവത്തോട് കൂടെ ഇരുന്ന, ദൈവത്തിന്റെ മഹിമാസന്നതിയിൽ സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന കർത്താവ് തന്റെ സ്വർഗീയ മഹത്വത്തെ വേണ്ടാന്ന് വെച്ചിട്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാണ് ഇൻകാർണേഷൻ എന്ന പദം. ഇൻകാർണേഷൻ, ഈ വേഷത്തിൽ മനുഷ്യനായെന്ന് മലയാളത്തിൽ നമ്മൾ പറയുമ്പോ ആ ഒരു വാക്കി പിടിച്ചോണ്ട് ഒത്തിരി കൾട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. വേഷത്തിൽ മനുഷ്യനായി. അപ്പൊ കർത്താവ് ഒറിജിനൽ അല്ലായിരുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പഠിച്ചു, കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. He was completely human and completely divine. ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം അത് മനസ്സിലാക്കാം. ജീസസ് ക്രൈസ്റ്റ് വാസ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ആൻഡ് കംപ്ലീറ്റ്ലി ഡിവൈൻ. 50-50 അല്ല, 100% ഗോഡ് ആൻഡ് 100% ഹ്യൂമൻ. കർത്താവ് ഈ ഭൂമിയിൽ നടന്നു. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് ദൈവവചനം പറയുമ്പോൾ പാപം ചെയ്യാൻ പ്രലോഭിപ്പിക്കപ്പെട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മനുഷ്യനായി ഭൂമിയിൽ നടന്നപ്പോൾ നമുക്കുണ്ടായതുപോലെ എല്ലാ പ്രലോഭനങ്ങളും ഉണ്ടായി. എന്നാൽ ആ പ്രലോഭനങ്ങളെ എല്ലാം ജയിച്ച് കർത്താവ് മുന്നേറി. തന്റെ പ്രാർത്ഥനാ ജീവിതം, ദൈവവുമായിട്ടുള്ള തന്റെ സംസർഗം, തന്റെ കൊടുക്കവാങ്ങലുകൾ, തന്റെ ഇടപാടുകൾ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ പറഞ്ഞേ, അവൻ എല്ലാത്തിലും ജയം പ്രാപിച്ച കർത്താവ്. പാപത്തിന് അവനെ തൊടാൻ പറ്റിയില്ല. ഇന്ന് രാത്രി അങ്ങനെ ഒരു ആത്മമണ്ഡലം ചിലർക്ക് വേണ്ടി പരിശുദ്ധം ഇന്ന് രാത്രി തുറക്കുകയാണ്. പാപത്തിന് തൊടാൻ പറ്റാത്ത ആത്മമണ്ഡലം അങ്ങനെയൊന്നുണ്ടോ പാസ്റ്ററെ? ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ആ ദൂത് കേട്ടതാ. കഴുകന്റെ ചിറകുകൾ നനയത്തില്ല. കാരണം എന്തെന്നറിയാമോ? കഴുകൻ ആമേൻ ക്ലൗഡ്സിന്റെ മേളിലാ പറക്കുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ അയ്യോ, ആ മന്ത്രവാദി എന്നെ നോക്കി, ആ ശകുനക്കാരൻ എന്നെ നോക്കി, ആ വിചാരൻ എന്നെ നോക്കി എന്ന് പറയുമ്പോൾ വാടി തൂങ്ങി വീട്ടിനകത്ത് ഓടിക്കേറുന്ന വിശ്വാസിയെ ഇന്ന് രാത്രി ആത്മാവിൽ നീ വിളിച്ചു പറ. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. യെസ്. അപ്പൊ സൃഷ്ടിതാവ് തന്നെ സൃഷ്ടിയെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വന്നു. ശ്രദ്ധിക്കുന്ന മക്കളെ, നമ്മുടെ കാലിന്റെ ചവിട്ടിലൂടെ എഴഞ്ഞു പോകുന്ന ഉറുമ്പ്, ആ ഉറുമ്പിനോട് നിങ്ങൾക്ക് സംവേദിക്കണമെങ്കിൽ മലയാളം ഇംഗ്ലീഷും പറഞ്ഞാൽ അതിന് മനസ്സിലാകത്തില്ല. ആ ഉറുമ്പിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഉറുമ്പായി തീരണം. അത് തന്നെയാണ് സ്വർഗത്തിൽ സംഭവിച്ചത്. അവൻ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ശ്രദ്ധിച്ചാട്ടെ, the redemption is represented as having been accomplished exclusively in the sacrificial death of Jesus of Nazareth. യേശു കർത്താവിന്റെ മരണം, യേശു കർത്താവിന്റെ ജനനം മുതൽ യേശു കർത്താവിന്റെ മരണം വരെ, സ്വർഗാരോഹണം വരെ ആ ഇൻകാർണേഷൻ ഒരു രക്ഷണ്യ പദ്ധതിയായിരുന്നു. രക്ഷണ്യ പദ്ധതികളായിരുന്നു. റോമാലേഖനം 3-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, 8-ാം അധ്യായം 23-ാം വാക്യം, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വാക്യം, എഫെസ്യ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം, ഇതെല്ലാം ആ ഒരു പ്രവർത്തിക്ക് അടിസ്ഥാനപരമായ വാക്യങ്ങളാണ്. റിഡംഷൻ എന്ന വാക്ക് ശ്രദ്ധിക്കണേ. റിഡംഷൻ, ഞാൻ ശാന്തമായിട്ട് പറയാം. റിഡംഷൻ എന്ന വാക്ക് അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്ന വാക്ക് 3 ഗ്രീക്ക് പദത്തിലാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം 3 ഗ്രീക്ക് പദം അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ, 3 പദങ്ങൾ. ഒന്നാമത്തേത് അഗോറാസോ എന്ന പദമാണ്. അഗോറാസോ എന്ന പദം AGORAZO. നമ്മളെല്ലാം ഗ്രീക്ക് പണ്ഡിതന്മാരൊന്നും അല്ലെങ്കിലും ഈ വാക്കിന്റെ അർത്ഥം ഒന്ന് പഠിക്കാം. The word redemption comes from Greek word
അഗറോസോ and means to purchase in the marketplace. ഒരു തുറസായ ചന്തയിൽ നിന്ന്, ഒരു ചന്ത സ്ഥലത്ത് നിന്ന് വില കൊടുത്തു മേടിക്കുക എന്നാണ് അഗറാസോ എന്ന പദത്തിന്റെ അർത്ഥം. ഈ റിഡംഷൻ എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാമത്തെ വാക്ക് അഗറോസോ എന്ന പദത്തില് Amen. Frequently it had to do with the sale of a slave in the marketplace. പുറത്ത് പണ്ടത്തെ കാലത്ത്, ഇപ്പോഴില്ല, പണ്ട് മനുഷ്യനെ കാളയെ പോലെ അല്ലെങ്കിൽ കഴുതയെ പോലെ തൂക്കി വിൽക്കുന്നത് പോലെ വിറ്റുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അടിമച്ചന്തയിൽ മൃഗങ്ങളെ പോലെ അടിമകളായി വിറ്റുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഉപയോഗിച്ചിരുന്ന വാക്കാണ് അഗറസോ. ആമേൻ. അതാണ് ലിറ്ററലി, അതാണ് അതിന്റെ മീനിങ്. ആമേൻ. സ്ലേവ്സ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ആമേൻ. അടിമകളെ വിൽക്കുന്ന ആ ഒരു സംഹിതയിൽ അവരെ പബ്ലിക് സ്ഥലത്ത് വെച്ച് അടിമയ്ക്ക് വില കൊടുത്തു മേടിക്കുന്ന ആമേൻ എന്നാ പറഞ്ഞത്, താങ്ക് യു ജീസസ്, പ്രവർത്തനത്തിന്, ആമേൻ, ആ ഒരു സംഭവത്തിന് പറയുന്ന, ആമേൻ, ആ സംവിധാനത്തിന് പറയുന്ന പേരാണ് അഗറാസോ എന്ന പേര്. ശ്രദ്ധിച്ചേ, the word is used to describe the believer being purchased out of the slave market of sin and set free from the sins of bondage. അഗറാസോ എന്ന പദം ശ്രദ്ധിച്ചോണം. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ, തന്റെ മക്കളെ, ആമേൻ, പാപത്തിന്റെ അടിമ മാർക്കറ്റിൽ നിന്നും, പാപത്തിന്റെ അടിമച്ചന്തയിൽ നിന്നും, അവരെ പാപത്തിന്റെ ആമേൻ ബോണ്ടേജിൽ നിന്നും വിടുവിച്ചെടുത്ത രക്ഷണീയ പ്രവൃത്തിയെയാണ് ഈ വാക്കിൽ ഉദ്ദേശിക്കുന്നത്. The purchase price for the believer's freedom and release from sin was the death of Jesus Christ. ഈ അടിമച്ചന്തയിൽ നിന്ന് അവൻ പണം കൊടുത്തു വാങ്ങിക്കുന്നത് പണമാ കൊടുത്തത്. പക്ഷെ ഒരു വ്യത്യാസം മാത്രമുണ്ട്. ഈ പാപത്തിന്റെ അടിമച്ചന്തയിൽ നിന്ന് മനുഷ്യരാശിയെ, നമ്മളെ മുഴുവൻ കർത്താവ് വിടുവിച്ചെടുത്തത് താൻ കൊടുത്ത പണം, താൻ കൊടുത്ത മൂല്യം തന്റെ രക്തമായിരുന്നു, തന്റെ രക്തമാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. 1 Corinthians chapter 6 verses 20. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട്, ആമേൻ, സ്തോത്രം, 19-ാമത്തെ വാക്യം 19. ആമേൻ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അടിമച്ചന്തയിൽ നിന്നും പണം കൊടുത്തു വാങ്ങുന്ന ഒരു വ്യക്തി ആ യജമാനന്റെ പ്രോപ്പർട്ടിയാണ്, ആ യജമാനന്റെ സമ്പത്താണ്, ആ യജമാനന്റെ അവൻ അല്ലെങ്കിൽ മൂല്യമാ. യജമാനൻ മൂല്യം കൊടുത്ത്, പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. സോ ഇന്ന് രാത്രി പറയാൻ പറ്റുമോ, ഐ ആം ബോട്ട്, എന്റെ കർത്താവ് മേടിച്ചിരിക്കുക, ഐ ആം പർച്ചേസ്ഡ്. ഹല്ലേലൂയ, താങ്ക് യു. എന്നെ കർത്താവ് വാങ്ങിച്ചിരിക്കുക. ഞാൻ എനിക്കുള്ളവനല്ല, എന്റെ ദൈവം, എന്റെ കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. സീ, കർത്താവ് നമുക്ക് വേണ്ടി മുടക്കിയ ആ പണം, ആമേൻ, സ്തോത്രം, മൂല്യം ഓർത്താൽ, കർത്താവ് നമുക്ക് വേണ്ടി മുടക്കിയ ആ തുക ഓർത്താൽ നമുക്കിന്ന് രാത്രി അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ആമേൻ. പിന്നെയും പത്രോസ് പറയുക, 1 കൊരിന്ത്യർ 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാരാകരുത്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പത്രോസ് വിളിച്ചു പറയാം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്, നിങ്ങളെ അവൻ വീണ്ടെടുത്തത്, അവൻ വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു യേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹ രക്തത്താൽ അത്രയാകുന്നു. താങ്ക് യു ജീസസ്. Revelation chapter 5 verses 9. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ആമേൻ. വെളിപ്പാട് 5:9 ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ വായിക്കാം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടപ്പാ, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. എപ്പോഴും ഓർത്തോണം ദൈവമക്കളെ, ദൈവം നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാ. ഹല്ലേലൂയ. ഒരു മാർക്കറ്റ് പ്ലേസിൽ നിന്ന്, ഹല്ലേലൂയ, ഒരു മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസ് ഈസ് ആൻ ഓപ്പൺ പ്ലേസ്. ഇറ്റ് ഈസ് നോട്ട് എ ക്ലോസ്ഡ്. ഇതിലെ തുറസായ സ്ഥലമായിരിക്കും ചന്ത സ്ഥലം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ. കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് തന്റെ
രക്തം ചിന്തുമ്പോൾ ഒരു രഹസ്യമായ സ്ഥലത്തല്ല കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്, കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ശ്രദ്ധിക്കണമേ, ഒരു പരസ്യമായ സ്ഥലത്ത് കാണുന്നവർ മുഖം കുലുക്കി നിന്ദിക്കത്തക്കവണ്ണം, കണ്ടാൽ ആളല്ലെന്ന് തോന്നുവാൻ വിരൂപനായി കർത്താവ് ഒരു വഴിത്തലയ്ക്കൽ കാൽവറി ക്രൂശിൽ താൻ മരിക്കുമ്പോൾ, കാൽവറിയുടെ മലകൾ മുകളിൽ കർത്താവ് നമുക്ക് വേണ്ടി കൈകാലുകളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു പരസ്യ സ്ഥലത്താണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായത്. ശ്രദ്ധിച്ച്, ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോകുന്നത് രൂത്തിന്റെ പുസ്തകത്തിലേക്കാണ്. രൂത്തിന്റെ പുസ്തകത്തിലെ അവസാന അധ്യായത്തിലേക്ക്. രൂത്തിനെ ബോവസ് വില കൊടുത്ത് വാങ്ങുന്നത് രഹസ്യമായ ഒരു വീട്ടിൽ വെച്ചല്ല, പരസ്യമായ സ്ഥലത്താണ്. ബോവസ് പറയുന്നുണ്ട്, നിനക്ക് എന്നെക്കാൾ അടുത്തൊരു ചാർച്ചക്കാരനുണ്ട്. വചന പഠിതാക്കൾ പറയുന്നത് അത് പഴയ നിയമത്തിന്റെ it is Old Testament, ന്യായപ്രമാണമാണ്. It is a law in the Old Testament. പഴയ നിയമത്തിലെ ന്യായപ്രമാണമാണ്. എന്നാൽ ന്യായപ്രമാണത്തിന് സാധിക്കാത്തത് നല്ല ബോവസായ കർത്താവ് നമുക്ക് വേണ്ടി സാധിപ്പിച്ചു. രൂത്തെ, നിന്നെ വിലക്ക് വാങ്ങിയത് ഒരു രഹസ്യ സ്ഥലത്തല്ല, ഒരു രഹസ്യ ഇടമാണല്ല, രഹസ്യമായി സ്വർണം കടത്തുന്നത് പോലെ ചെയ്തതല്ല, പരസ്യമായി തന്റെ ചങ്കിലെ ചോര ഊറ്റി നൽകി വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളുടെ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. We are purchased by the blood of the Lamb. Hallelujah. ശ്രദ്ധിക്കണമേ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം നമ്മൾ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ അഭിഷേകം നമ്മളെ പഠിപ്പിച്ചു. ശ്രദ്ധിച്ചേ, 14-ന്റെ 3-4 പറയാ, അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 444,000 പേർക്കല്ലാതെ അവർക്ക് ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ആ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവർക്കല്ലാതെ ആ പാട്ട് ആർക്കും പഠിക്കാൻ പറ്റിയില്ലെന്ന്. ആ പാട്ട് പഠിക്കാൻ പറ്റില്ല, അപ്പൊ അവർക്ക് പാടാൻ പറ്റിയില്ല. ഇന്ന് രാത്രി ആത്മാവിനെ ഒരു ദൂത് പറയട്ടെ, വിലയ്ക്ക് വാങ്ങപ്പെട്ടവർക്ക് മാത്രം, റിഡീംഡ് ആയിട്ടുള്ളവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ചില പാട്ടുകളുണ്ട്. ആ ഗ്രൂപ്പിന് മാത്രമേ പാടാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഏഞ്ചൽസ്. അവരെപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്, അവരെപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചറകം വിടർത്തുമ്പോൾ അതിമനോഹരമായ സംഗീതം, അനർഘ നിർഗണം അവരുടെ തൂവലുകളിൽ നിന്ന്, അവരുടെ ചറകിൽ നിന്ന് ഒഴുകും. സ്തോത്രം. അവരെ അൺസീസിംഗ്ലി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ച ദൈവമക്കളെ, പക്ഷെ അവർക്ക് ഒരു പാട്ട് മാത്രമേ പാടാൻ പറ്റത്തുള്ളൂ. യു ആർ അവർ ക്രിയേറ്റർ. നീ ഞങ്ങളെ നിർമ്മിച്ചു കർത്താവേ, നീ ഞങ്ങളെ നിർമ്മിച്ചു. പക്ഷെ ഇന്നു രാത്രി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പാടാൻ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ പേരാണ് വീണ്ടെടുപ്പിന്റെ പാട്ട്. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ടുതർക്കും പാടാൻ അസാധ്യമേ അത്. വിണ്ടുതർക്കും പാടാൻ അസാധ്യമേ അത്. കാൽവരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൽ സ്നേഹമൻ ഗാനമേ. കുഞ്ഞാടാം പ്രിയനിൽ സ്നേഹമൻ ഗാനമേ. ഹല്ലേലൂയ. ദൂതർക്കും പാടാൻ അസാധ്യമായ ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, യു ഹാവ് ബീൻ ബോൺ ബൈ ക്രൈസ്റ്റ്. നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മൾ താങ്കൾക്കുള്ളവരല്ല. We belongs to Christ and I am the slave of Christ. ആ സ്ലേവ് എന്ന് പറയുമ്പോൾ ഒരു അടിമ എന്നുള്ളത് അപ്പുറമായി. ഇന്ന് രാത്രി അതിനപ്പുറത്തിലൊക്കെ എത്രയോ വലിയ പ്രിവിലേജ് നമുക്ക് ദൈവം തന്നേക്കാം. I'm a born servant of Christ. Thank you, Jesus. The next word for redemption is exagorezo. Exagoreza. E-X-A-G-O-R-A-Z-A. Maybe the pronunciation is wrong. exagoreza എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വേർഡ് റിഡംഷന് വേണ്ടി രണ്ടാമത് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. അത് കർത്താവായ യേശു ക്രിസ്തു ഒരു വിശ്വാസിയെ ശാപത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ, ന്യായപ്രമാണത്തിന്റെ പീഡനത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം. ന്യായപ്രമാണത്തിന് വിടുവിക്കാൻ പറ്റാതിരുന്ന ഒരു വിശ്വാസിയെ
അവൻ പാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടിവിച്ചെടുത്ത പദത്തിന് പറയുന്ന പേരാണ് എക്സജുറാസ. എക്സജുറാസ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. Believers has been purchased in the slave market and removed from the slave market altogether. അപ്പം എക്സജറാസോ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. എക്സ് എന്തുവാ? എക്സ് മിനിസ്റ്റർ, എക്സ് എം എൽ എന്ന് പറഞ്ഞാൽ മുമ്പത്തെയാണ്. അപ്പൊ ഈ എക്സജറേസോ എന്ന് പറഞ്ഞാൽ ആ സ്ലേവറി മൊത്തം അങ്ങ് മാറ്റി. നോ മോർ യു ആർ സ്ലേവ്. ആ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ആ ഒരു സംഭവമേ അങ്ങ് മാറ്റി. ഇറ്റ്സ് റിമൂവ്ഡ്. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ അടിമത്തത്തെ, അടിമ നുകത്തെ മാറ്റി. യു ആർ ഫ്രീ. യു ആർ ഫ്രീ. കർത്താവ് ക്രിസ്തുയേശുവിലുള്ള നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞു, നീ പിന്നെയും അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകരുത്. വി ആർ ഫ്രീ. വി ആർ ഫ്രീഡം. നമ്മളെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് ഫ്രീ ആണ്. We are free from sin. We are free from diseases. We are free from devil. ഇതിനൊന്നും നമ്മുടെ മേൽ അവകാശമില്ല. നമ്മൾ പിന്നെ അതിനെയൊക്കെ വിളിച്ച് നമ്മുടെ വീട്ടിൽ കയറ്റാറുണ്ട് നമ്മുടെ വാക്കുകളിൽ. ഇതെന്നെ കൊണ്ടേ പോകാറുള്ളതെന്ന് പറഞ്ഞ്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയുക, കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോ നമ്മളെ ഈ എല്ലാ ശാപത്തിന്റെ മേഖലയിൽ നിന്നും, പാപത്തിന്റെ മേഖലയിൽ നിന്നും കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. And sickness, bondages, slavery, curse has no legal right upon me. ഇത് രാത്രി ആത്മാവിൽ പറയണം, കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ പാപത്തിനും ശാപത്തിനും രോഗത്തിനും എന്റെ മേൽ കർത്തൃത്വമില്ല. യേശുവാണ് എന്റെ കർത്താവ്. യേശുവിനാണ് എന്റെ മേൽ കർത്തൃത്വമുള്ളത്. Hallelujah. Christ set believers free from bondage to the law and from its condemnation. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിനെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. Galatians, hallelujah, thank you Holy Spirit, chapter 3 verses 13. Galatians chapter 3 verses 13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. Christ became a curse for us. എന്തിനു വേണ്ടിയെന്നറിയാമോ? നമ്മൾ ശാപമാകാതിരിക്കാൻ വേണ്ടി. Hallelujah. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അവിടെ എഴുതിയേക്കുന്ന വാക്ക് വിലയ്ക്ക് വാങ്ങിയെന്ന. ഫ്രീ ആയിട്ടല്ല മേടിച്ചത്, നമ്മളെ വില കൊടുത്താ വാങ്ങിച്ചത്. നമ്മളെ വിലയ്ക്ക് വാങ്ങി. പർച്ചേസ്ഡ്. അകത്തൊന്ന് കേറണം കേട്ടോ. I am purchased by the blood of Lamb. വിലയ്ക്ക് വാങ്ങി. അതാ വീണ്ടെടുപ്പ്. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഈ എഫീസ് ലേഖനം തന്നെ പറയുന്നുണ്ട്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. അപ്പൊ എന്തുവാ വീണ്ടെടുപ്പെന്ന് ഒറ്റ വാക്കി നമുക്ക് പറയാം, അതിക്രമങ്ങളുടെ മോചനമാണ് വീണ്ടെടുപ്പ്. അതിക്രമങ്ങളുടെ മോചനം. Amen. We are free from the bondage to the law and from its condemnation. Amen. 3-ാം അധ്യായം 13-ാം വാക്യത്തില് അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ പ്രാപിക്കാൻ തന്നെ. സ്തോത്രം. എന്തിനാ നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്ന് അറിയാമോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ഓ മൈ ഗാഡ്. എന്നെ വിലയ്ക്ക് വാങ്ങിയത് പിന്നെയും അടിമനകത്തിൽ കുടുങ്ങാനല്ല, അബ്രഹാമിന്റെ വാഗ്ദത്തത്തോടെ എന്നെ കൂട്ടിയോജിപ്പിക്കാൻ. ഒന്നും കണ്ടിട്ടല്ല എന്നെ വിലയ്ക്ക് വാങ്ങിയിട്ട്. റൂത്തിൽ എന്തെങ്കിലും ഗുണം കണ്ടിട്ടല്ല, അമ്മാവിയമ്മയുടെ സ്വത്ത് കണ്ടിട്ടല്ല, റൂത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല അവൻ ബോവസ് വിലയ്ക്ക് വാങ്ങി. അവന്റെ കൃപയാണ്. അതുകൊണ്ട് റൂത്ത് വിളിച്ചു പറയുന്നുണ്ട്, എന്നോട് ദയവ് തോന്നാൻ നിനക്ക് എന്തുവാ കാരണമായത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് ഗ്രേസ്?
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മളെ ക്രൂശിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹത്തോടെ അവൻ ക്രിസ്തുവേശുവിൽ ജാതികൾ വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചു. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയത് പോലും ഈ റിഡംഷൻ നമ്മുടെ മേൽ വന്നതുകൊണ്ട് കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് ഈ ദൈവത്തിന്റെ വചനം പറയുന്നു. Hallelujah. Thank you, Jesus. ശ്രദ്ധിച്ചാണ് രോഗസൗഖ്യം നമ്മുടെ മേൽ വരുന്നത്. അവൻ നമ്മളെ ഇപ്പൊ ദൈവം കാണുന്ന അബ്രഹാമിന്റെ സന്തതികളായിട്ട്, അബ്രഹാമിന്റെ അനുഗ്രഹമാ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും നമുക്കൊരു അർഹതയുമില്ലാത്തവരാ. കൂനിയായ ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ ശവത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുമ്പോ കർത്താവ് അവരുടെ മുഖത്ത് നോക്കി പറയാ, ഇവളെ ഞാൻ സൗഖ്യമാക്കണ്ടാന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവളെ ഞാൻ സൗഖ്യമാക്കും, കാരണം ഇവിടെ അബ്രഹാമിന്റെ മകളായതുകൊണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. അബ്രഹാമിന്റെ അനുഗ്രഹവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മളെ ക്രിസ്തുവിൽ വിലയ്ക്ക് വാങ്ങി മക്കളും അവകാശികളുമാക്കി തീർത്തു. അബ്രഹാമിന്റെ അനുഗ്രഹം അത് യഹൂദന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. എന്നാൽ സ്തോത്രം, പറമ്പിലും പാടത്തിലും ഒക്കെ മട കെട്ടിയിട്ട് അതിനെ വെട്ടിവിടുന്നത് പോലെ ചാനലെ വെട്ടിവിട്ട് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ദൈവകൃപയ്ക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഗലാത്യ ലേഖനം തന്നെ 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. സ്തോത്രം, അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. നമ്മളെ വിലയ്ക്ക് വാങ്ങി, നമ്മളൊരു അടിമയെ വിലയ്ക്ക് വാങ്ങിയ അടിമയായിട്ട് നിർത്തത്തുള്ളൂ. പക്ഷെ അടിമ ചന്തയിൽ നിന്ന്, പാപത്തിന്റെ അടിമ ചന്തയിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ അടിമയായിട്ടല്ല സ്വർഗം വീട്ടിൽ കയറ്റിയത്, പുത്രനായിട്ടാണ് കയറ്റിയത്. ഓ ഹല്ലേലൂയ. അപ്പന്റെ നന്മകളെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അപ്പന്റെ ഈ അവകാശങ്ങളെ വാങ്ങിച്ചുകൊണ്ട് അന്ന് ആ പയ്യൻ പോയി. അന്നത്തെ യഹൂദന്റെ സിസ്റ്റം അനുസരിച്ച് അപ്പന്റെ അവകാശങ്ങളെ മോൻ ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന് അതിന്റെ അർത്ഥം. ഫാദർ ഈസ് നോ മോർ. അപ്പനെ അവൻ നിഗ്ലക്ട് ചെയ്യുന്നതിന്റെ അർത്ഥം, അപ്പനെ തൃണവൽക്കരിച്ചെന്ന അതിന്റെ അർത്ഥം, അപ്പനെ വിലയില്ലാതെ കണ്ടെന്ന അതിന്റെ അർത്ഥം. എങ്കിലും ആ പിതാവ് അവന് കൊടുത്തു കേട്ടോ. അത്ര ദയവുള്ളവനാ, ഫ്രീ വില്ലിൽ വർക്ക് ചെയ്ത മോൻ. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. He gave it to his son. പക്ഷെ അതെല്ലാം തകർത്തിട്ട് അവൻ തിരിച്ചു വരുമ്പോ മകൻ പറയാ, എന്നെ ഒരു വേലക്കാരനെ പോലെ വീട്ടിൽ ചേർക്കണം. കാരണം പാപിയായ എനിക്ക്, നിന്റെ മുതലുകൾ നശിപ്പിച്ച എനിക്ക് ഇവിടെ ഒരു മകനായി ഇരിപ്പാൻ അവകാശമില്ല. നമ്മൾക്ക് ഹല്ലേലൂയ അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളെ ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. അതൊക്കെ ദൈവത്തിന്റെ വിവേചന അധികാരത്തിലുള്ളതാണ്. പക്ഷെ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം അബ്രഹാമിന് അനുഗ്രഹം കൊടുക്കുമ്പോ തന്നെ അതിനകത്ത് ഈ പാവപ്പെട്ട ജെയിംസിനെ കണ്ടതിനായി സ്തോത്രപ്പച്ച. എത്ര പേർക്ക് ആ ദൂത് പിടികിട്ടി എന്ന് എനിക്കറിയത്തില്ല. ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ഉൾക്കണ്ണുകളെ പരിശുദ്ധാത്മാവിന്റെ രാത്രി തുറക്കും. Hallelujah. You are no more under the clutches of devil. You are no more under witchcraft. You are no more under sorcery. You are no more under the clutches of devil and sickness. You are free. I'm free. I am free in Christ. And Christ will free you. യേശുവിന്റെ നാമത്തിൽ ഗലാത്യ ലേഖനം 4:5 കൂടെ പറഞ്ഞ് വേഗത്തിൽ 2-3 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു ജീസസ്. പുത്രത്വം പ്രാപിക്കേണ്ടത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഒരു വലിയ വാള് നമ്മുടെ തലയ്ക്ക് പിന്നെ തൂങ്ങിക്കിടക്കുന്ന പോലെ ന്യായപ്രമാണത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ശിക്ഷാവധി, ന്യായപ്രമാണത്തിന്റെ ഹല്ലേലൂയ ശിക്ഷാവധി നമ്മുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ ഒരു വലിയ മിന്നുന്ന വാള് പോലെ തൂങ്ങിക്കിടന്നപ്പോൾ സ്തോത്രം, കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. റിഡംഷനകത്തുള്ള ഏറ്റവും വലിയൊരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു വെളിപ്പാടാണ് പുത്രത്വം. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ഇന്ന് രാത്രി കർത്താവിന്റെ മടങ്ങിവരവായില്ലെങ്കിൽ അടുത്ത 3-ാമത്തെ ഗ്രീക്ക് പദവും പുത്രത്വവും നമ്മൾ ക്രിസ്തുവിൽ ധ്യാനിക്കും. നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. ഓ ഐ എം റിഡീംഡ്. ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ വിലയ്ക്ക് വാങ്ങിയത് എന്റെ അപ്പൻ, എന്റെ വിലയ്ക്ക് വാങ്ങിയത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണം പറഞ്ഞിട്ട് വേഗത്തിൽ മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഒരു 100 രൂപ കളഞ്ഞു പോയി, ഒരു 10,000 രൂപ മുടക്കിയാലേ ആ 100 രൂപ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആ മണ്ടത്തരത്തിന് മുതിരുമോ? ഞാൻ മുതിരത്തില്ല. When I compare with the 10,000 I'm going to spend, I will
neglect, I will forget it. ഓ ദൂരല്ലേ പോട്ടെന്ന് പറയും. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, കേവലം മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ അവൻ മണ്ണായിട്ട് എണ്ണാതെ വിണ്ണിന്റെ നാഥനായ കർത്താവ് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ഹാലേലൂയ തന്റെ ദേഹമെന്ന തിരശീല മുകൾ തൊട്ട് താഴെ വരെ ചിന്തിയതുപോലെ അവൻ ക്രിസ്തുവിലേക്കുള്ള അവൻ ദൈവത്തിലേക്കുള്ള വാതിലെ നമുക്ക് തുറന്നിട്ട് തന്നു. അവൻ ശാപമായി തീർന്നു. പാപം എന്നറിയാത്ത കർത്താവ് ആ ശാപമെല്ലാം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ എന്റെ കർത്താവ് വിളിച്ചു പറഞ്ഞ് കഴിയുമെങ്കിൽ ഈ പാനമാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു. നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ പുത്രത്വം അവൻ ഗലാത്യലേഖനം 4 അവൻ 5-6 ആയിരിക്കും നാളെ നമ്മൾ ധ്യാനിച്ചു തുടങ്ങുന്നത്. അവിടെ നിന്നായിരിക്കും നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാർത്ഥനയോട് വരണം. ഷക്കീല ഹസ്തുലു ബ്രുവാദ്യാനവസ്യാന. ഞാൻ പുത്രന ആ ഒരു വെളിപ്പാടായിരിക്കും നാളെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അവനെ റിഡംഷന്റെ അകത്തുനിന്ന് കിട്ടിയ പുത്രത്വം അതൊരു ഭയങ്കര വെളിപ്പാടാണ്. I'm no more a slave to fear, but I am a child of God. I'm no more a slave to fear. Slavery is gone. അതിനെ ബ്രേക്ക് ചെയ്തു. കർത്താവ് വില കൊടുത്ത് തന്നെ വാങ്ങിച്ചു. I'm no more in the slavery. I'm no more in the marketplace. Hallelujah. എന്നെ ഇനി വിൽക്കാനുള്ളതല്ല. I am purchased. ഞാൻ അന്യനല്ല, ഞാൻ സ്വന്തമാണ്. എന്റെ കർത്താവിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, പാപമേ നിന്നെ സ്നേഹിക്കാൻ ഞാൻ ഇനി വരുന്നില്ല. നിനക്ക് എന്റെ മേൽ അവകാശമില്ല. രോഗമേ നിനക്ക് എന്റെ മേൽ വാഴാൻ പറ്റില്ല. ബിക്കോസ് ഐ ആം പർച്ചേസ്ഡ്. ഞാൻ ഹല്ലേലൂയ, ഞാൻ നിന്റെ അടിമയല്ല. ഞാൻ നിന്റെ നിനക്ക് എന്റെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റത്തില്ല. രോഗമേ വിട്ടുമാറുക. ബിക്കോസ് ഐ ആം പർച്ചേസ്ഡ് ഫ്രം ദ ബ്ലഡ് ഓഫ് ജീസസ്. ഞാൻ പുത്രനാണ്. പുത്രത്വം പ്രാപിക്കേണ്ടതിന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് പുത്രത്വം പ്രാപിക്കാനാ. അതുകൊണ്ട് നിങ്ങൾ മക്കളാകൊണ്ട് ആബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ ഇനി ദാസനല്ല പുത്രനത്രേ. പുത്രൻ എങ്കിൽ ദൈവഹിതത്താൽ അവകാശിമാ. നീ പുത്രനാണെങ്കിൽ, ദൈവത്തിന്റെ മകനാണെങ്കിൽ നീ ദൈവത്തിന്റെ അവകാശിയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നാളെ നമ്മൾ ആ 3ാമത്തെ ഗ്രീക്ക് വേർഡ് പഠിക്കും. പുത്രത്വം എന്ന വെളിപ്പാട് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ് നമുക്കതിനുള്ള കൃപ തരും. കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല വചനം ഇന്നു രാത്രി ആത്മാവിൽ പഠിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഏതൊരാത്മാവിനാൽ ഇത് എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ കേൾക്കുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. അപ്പൊ അവിടെ ഞങ്ങളെ തെരഞ്ഞെടുത്ത ദൈവിക വിശ്വസ്തതയ്ക്കായി സ്തോത്രം. യുഗങ്ങൾക്ക് മുമ്പേ ലോക സ്ഥാപനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തല്ലോ കർത്താവെ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ഞങ്ങളെ ക്രിസ്തുയേശു മുഖാന്തരം ഞങ്ങളെ ദത്തെടുത്തല്ലോ ഒപ്പച്ച. അവിടുത്തെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ ഞങ്ങളെ മുൻനിയമിച്ചല്ലോ അപ്പ. കർത്താവെ, അവിടുത്തെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പിനാൽ ഞങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. അവിടുന്ന് അതിനുവേണ്ടി കൊടുത്ത വിലയെ ധ്യാനിപ്പാൻ എന്ന കൃപയ്ക്കായി സ്തോത്രം. നാളെ അതിനെ ആഴത്തിൽ പഠിപ്പാൻ സഹായിച്ചാട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭവനങ്ങൾ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലങ്ങളായി തീരട്ടെ. ബഥേലുകളായി മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാളെ വളരെ ആർത്തിയോടെ കടന്നു വന്നാട്ടെ. ആമേൻ. ഞാൻ ഈ പറയപ്പെട്ട ഭാഗം ഒരിക്കൽ കൂടെ നമുക്ക് ക്രിസ്തുവിൽ ധ്യാനിപ്പാൻ കർത്താവ് പിന്നെയും വചനത്തിന്റെ ആളുകളെ തുറന്നു തരും. God bless you all.